Ladder 6 meter long, weighing 300 Newton is resting against a wall with which it makes 30 degree. ഒരു വോളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലാഡർ റെസ്റ്റ് ചെയ്യുന്നു. ആ ലാഡർ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇത് നമ്മുടെ ഫ്ലോറാണ്. ഓക്കെ, അപ്പോൾ വെയ്റ്റ് 300 ന്യൂട്ടൺ. അപ്പോൾ സെൻട്രലായിട്ട് നമുക്ക് വെയ്റ്റ് സസ്പെൻഡ് ചെയ്യാം. അപ്പോൾ AB ആണ് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ട് വെയ്റ്റ് വരുന്നുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 300 Newton is resting against a wall which is making 30 degree with horizontal. The man weighing 750 meter climbs up the ladder. അപ്പം ലാഡറിൻ്റെ മണ്ടയ്ക്ക് ഒരു മാൻ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ വെയിറ്റ് കൂടി ഇവിടെ വരും. എവിടെയും നമുക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ, അറ്റ് വാട്ടാണ്. അറ്റ് വാട്ട് പൊസിഷൻ അലോങ് ദ ലാഡർ ഫ്രം ദ ബോട്ടം ഓഫ് എൻഡ്. ഇത് ബോട്ടം എൻഡിൽ നിന്ന് വാട്ട് പോലും അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ലാഡർ സ്ലിപ്സ്. അതായത് ഇവിടെ നമ്മളിപ്പം ഇങ്ങനെ ഒരാളിങ്ങനെ കയറി പോവുക. ആ ആൾ എവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? എവിടെ എത്തുമ്പോഴാണ് ഈ ലാഡർ എന്ത് ചെയ്യുന്നത്? സ്ലിപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലാഡർ താഴേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കും B എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്കിവിടെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്തുണ്ട്? RB ഉണ്ട്. ഇവിടെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയുണ്ട്? RA ഉണ്ട്. അപ്പോൾ ഇത് സ്ലിപ്പ് ചെയ്യുമ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ താപ്പോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് അഗെയിൻസ്റ്റ് ദിസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി mu ഇൻറ്റു RB ആയിരിക്കും. mu ഇൻറ്റു RB ആയിരിക്കും. ഇവിടെ RB എന്ന് എടുത്തു, കുഴപ്പമില്ല. mu ഇൻറ്റു RB ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അറ്റ് വാട്ട് പൊസിഷൻ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റിലെത്തി. ആ പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ ആളിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 750. മാൻ വെയിൻ 750 ന്യൂട്ടൺ അല്ലെ, 750 ന്യൂട്ടൺ ഉള്ള വെയിറ്റ് ഉള്ള ഒരാൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇത് എന്ത് ചെയ്തു? സ്ലൈഡ് ഡൗൺ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പൊസിഷനാണ് കണ്ടുപിടിക്കുന്നത്. അറ്റ് വാട്ട് പൊസിഷൻ അലോങ് ദ ലാഡർ ഫ്രം ദ ബോട്ടം എൻഡ്. അത് ഈ ബോട്ടം എൻഡിൽ നിന്ന് ഏത് പൊസിഷനിൽ എത്തുമ്പോൾ ഡസ് ദ ലാഡർ സ്ലൈപ്സ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ എന്തെന്ന് എടുത്തുന്നറിയോ? എക്സ് എന്നെടുത്തു. ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്നെടുത്തു. വി ഹാവ് ടു ഫൈൻഡ് എക്സ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? എക്സ് ആണ്. ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ബോത്ത് വോൾ ആൻഡ് ദ ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു 0.2. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 0.2 ഇൻറ്റു എന്താണ്? RA ആണ്. ഇത് 0.2 ഇൻറ്റു RB ആണ്. ഇപ്പോൾ ഞാനിതെന്ന് പറഞ്ഞാൽ എന്താണ്? 0.2 ഇൻറ്റു RB ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഇനി എന്തെങ്കിലും വാല്യൂസ്, എന്തെങ്കിലും ലെന്തോ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടോ? ദ ലെന്ത് ഓഫ് ദി ലാഡർ ഈസ് 6 മീറ്റർ. അപ്പം ഇവിടെ നിന്ന് ഇതുവരെ 3 മീറ്റർ, ബാക്കി എത്രയാണ്? 3 മീറ്റർ. ഇവിടെ നിന്ന് ഇത്രയും 3 മീറ്റർ, ഇത് ഇത്രയും കൂടി എത്രയായിരിക്കും? ഇത് ഇത്രയും കൂടിയും എത്ര മീറ്റർ ആയിരിക്കും? 3 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളായി. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0, സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0, മൊമെൻറ്റ് അബൌട്ട് എ പർട്ടിക്കുലർ പോയിന്റ് ഈസ് ഈക്വൽ ടു 0. ഇത്രയും കാര്യങ്ങൾ എവിടെ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ ആവും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അതായത് സിഗ്മ FX ഈസ് ഈക്വൽ ടു ഞാൻ എന്താണെന്ന് എടുക്കുന്നു? 0 എന്ന് എടുക്കണം. നമുക്ക് കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ലാഡർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ട് ചെയ്യണം. അപ്പോൾ സിഗ്മ FX ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് എക്സ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ഇത് ഒരു എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സാണ്. അടുത്തത് വേറെ എന്തെങ്കിലും കമ്മണം? ഇത് വെർട്ടിക്കലാണ്, ഇത് വെർട്ടിക്കലാണ്, ഇത് വെർട്ടിക്കലാണ്. പിന്നെ എക്സ് ഡയറക്ഷനുള്ളത് എന്ത് മാത്രമാണ്? RB മാത്രമാണ്. സോ ഇത് റൈറ്റ് സൈഡിലേക്കുള്ള പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ 0.2 എന്താണ്? RA. പിന്നെ ഹോറിസോണ്ടൽ എക്സ് ഡയറക്ഷനിൽ, അതായത് നമ്മുടെ എക്സ് ഡയറക്ഷനിലുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് മൈനസ് RB വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? 0.2 RA ഈക്വൽസ് എന്താണ്? RB. അതായത് RB ഇൻ ടേംസ് ഓഫ് RA അല്ലെങ്കിൽ RA ഇൻ ടേംസ് ഓഫ് നമുക്ക് RB എഴുതാനായിട്ട് പറ്റും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സിഗ്മ FY, അതായത് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അതായത് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് Y ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ മുകളിലേക്കുള്ള പോസിറ്റീവ്, താഴേക്കുള്ള നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഫോഴ്സസ് ഇവിടെ 1, 2, 3, 4 എണ്ണം ഉണ്ട്. മുകളിലേക്കുള്ള പോസിറ്റീവ് RA എന്ന് പറയുന്നത് കൺസിഡർ ടു ബി പോസിറ്റീവ്. പിന്നെ 750 മൈനസ് 750 താഴേക്ക് വന്നു. പിന്നെ -300 താഴേക്ക് വന്നു.
പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞാൽ 0.2 ഇൻറ്റു ആർ ബി, അതായത് മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയത് പ്ലസ് 0.2 ഇൻറ്റു ആർ ബി വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് 6 മൈനസ് 750 മൈനസ് 300 എന്ന് പറഞ്ഞാൽ എത്ര പറ്റും? 1050 പ്ലസ് 0.2 ആർ ബി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 0. 750 മൈനസ് 300 എന്നല്ല, മൈനസ് 750 മൈനസ് 300 എന്ന് കിട്ടും, മൈനസ് 1050 കിട്ടും. അപ്പോൾ ഇനി അടുത്ത സംഭവം RAക്ക് വരാൻ നമുക്ക് ആർ ബി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആർ ബിക്ക് വരാം എന്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 0.2 RA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും? RA മൈനസ് 1050 പ്ലസ് 0.2 ആർ ബി, 0.2 ഇൻറ്റു ആർ ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 0.2 RA എന്ന് കൊടുക്കാം വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? RA മൈനസ് 1050 പ്ലസ് 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 2 4, 2 പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഒരു പോയിൻ്റ് കൂടെ 0.04 കിട്ടും. 0.04 RA വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1.04 എന്തെന്ന് എഴുതാം? RA എന്ന് എഴുതാം. മൈനസ് 1050, എനിക്ക് എന്തൊരു പറ്റി എന്തോ ചുമ്മാ അവിടെ നിന്നെല്ലാം എഴുതുന്നു പോട്ട്. 1.04 RA ഇറ്റ് ഇസ് ഈക്വൽ ടു കിട്ടും 1050 എന്ന് കിട്ടും. ഇവിടെ നിന്ന് RA ഈസ് ഈക്വൽ ടു 1050 ഡിവൈഡ് ബൈ 1.04 എന്ന് കിട്ടും. അപ്പോൾ 1050 ഡിവൈഡ് ബൈ 1.04. The value of RA എന്ന് പറയുന്നത് നമുക്ക് വന്നത് 1050 1009.6 നോട്ട് വന്നിട്ട് ഇത് RA. ഓക്കെ, ഇനി RAയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് RB. RB is equal to 0.2 into RA which is equal to ഈ ഒരു ആൻസറിനെ 0.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 201.92 കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു വാല്യൂ കിട്ടി 201.92 ന്യൂട്ടൺ. അപ്പം RA RB ആയല്ലോ. ഇനി നൗ വി ഹാവ് ടു ഫൈൻഡ് എക്സ്. നമുക്ക് എക്സാണ് വേണ്ടത്. അപ്പോൾ അൺനോൺ ആയിട്ടുള്ള RA കിട്ടിയിട്ടുണ്ട്, RB കിട്ടിയിട്ടുണ്ട്, എല്ലാ ഫോഴ്സും നോണായി. ഇനി നമുക്ക് വേണ്ട എക്സ് ആണ്. അപ്പോൾ അത് മൊമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ടാവും. അപ്പോൾ മൊമെൻ്റ് അബൌട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കാൽക്കുലേഷൻസ്, ഇത് എ, ഇത് ബി, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് സി, ബാക്കി ഡിസ്റ്റൻസിൻ്റെ കാൽക്കുലേഷൻസൊക്കെ ഞാൻ ജസ്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് എടുക്കുവാണ്, ഇങ്ങനെ എടുക്കുവാണ്. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ബി. ഞാൻ മൊമെൻ്റ് അബൌട്ട് എന്തെടുക്കാൻ പോവുക? എ എടുക്കാൻ പോവുക. എ എടുക്കുമ്പോൾ എയോ ബിയോ ഏത് വേണോ എടുക്കാം. മൊമെൻ്റ് അബൌട്ട് എ എടുക്കുക. അപ്പോൾ സിഗ്മ എം മൊമെൻറ്റ് എബൌട്ട് എ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ മൊമെൻ്റ് അബൌട്ട് എ എടുക്കുമ്പോഴത്തേക്ക് RAയും എ കൂടെ കടന്നു പോകുന്ന ഫോഴ്സസിൻ്റെ ഒന്നും മൊമെൻ്റ് ആവശ്യമില്ല. പിന്നെ നമുക്കുള്ളത് ഇപ്പോൾ ഇത് ഡി എന്ന് പറയുന്ന പോയിൻ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്ന പോയിന്റിലും സി എന്ന് പറയുന്ന പോയിന്റിലും രണ്ട് എന്തുണ്ട്? വെർട്ടിക്കൽ ഫോഴ്സസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 750 ന്യൂട്ടനാണ്. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 300 ന്യൂട്ടനാണ് വെയിറ്റ് ഓഫ് ദ ലാഡർ. അപ്പോൾ ഈ കേസസിൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി എന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു എക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഇവിടെ എന്തുണ്ട്? RB എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ വെർട്ടിക്കലി അപ്വാർഡ് ഇവിടെ കൂടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ദറ്റ് ഈസ് 0.2 ഇൻറ്റു RB എന്ന് പറയുന്ന ഫോഴ്സ്. ഇത്രയും ഫോഴ്സ് അല്ലേ ഉള്ളൂ? 1 2 3 4 ഫോഴ്സിൻ്റെ മൊമെൻ്റ് എടുക്കണം. ഫസ്റ്റ് ഞാൻ 750യുടെ മൊമെൻ്റ് എടുക്കുക. 750 ഇൻറ്റു, ഞാൻ മൊമെൻറ്റിൻ്റെ കേസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. 750 ഇൻറ്റു നമ്മൾ ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ. ഇതിനിടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതല്ലേ? ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് ആണെങ്കിൽ ഇത് എക്സ് ആണ്, ഇത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹോറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എസ് കോസ് 30 ആയിരിക്കുമല്ലോ, എക്സ് ഇൻറ്റു കോസ് 30 ആയിരിക്കുമല്ലോ. അപ്പോൾ അതിവിടെ കൊടുത്താൽ മതി. ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു എന്താണ്? കോസ് 30 ആണ്. ദാറ്റ് ഈസ് ദ മൊമെൻറ്റ്. അപ്പോൾ ഇത് ഈ ഒരു എക്സ് കോസ് 30 എ ഫിക്സ് ചെയ്തു. ഞാൻ ഇനി അത് റൊട്ടേഷൻ പറയുന്നില്ല, ക്ലോക്ക് വൈസ് കിട്ടും. ദെയർഫോർ ക്ലോക്ക് വൈസ് പോസിറ്റീവായിട്ട് എടുത്തു നോക്കി. ഇനി അടുത്തപോലെ 300 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. 300 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര എടുത്തു? 300 ഇൻറ്റു ആ ഒരു ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ കോസ് കമ്പോണൻറ്റ് വെച്ച് തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്ററാണ് ആണല്ലോ. അപ്പോൾ മൊത്തത്തിൽ 6, അപ്പോൾ അതിൽ 3 മീറ്ററാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ഇൻറ്റു കോസ് 30. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു എത്ര കിട്ടും?
കോസ് 30 കിട്ടും. അപ്പോൾ ആ ഡിസ്റ്റൻസും അതായി. അതും സെയിം സെൻസിലല്ലേ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെ ഇതിവിടെ വെച്ച് എക്ക് ഫിക്സ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ഈ ഒരു ഡിസ്റ്റൻസിനെ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ കറക്കും. ദെർഫോർ ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. ഇനി അടുത്ത എന്താണ്, ഈ ഒരു സാധനം മേളിലേക്കാണ്. അപ്പോൾ എന്തായാലും മൈനസ്, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കണ്ണുടച്ചുകൊണ്ട് മൈനസ് ഇടാം. ഇപ്പോൾ ഇവിടെയാണ് വരുന്നത്, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് 6 × cos 30 അല്ലേ. അപ്പോൾ എന്താണ് മുകളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 0.2 × RB. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 6 × cos 30. എല്ലാം ഹോറിസോണ്ടൽ കമ്പോണൻറ്റിലേക്ക് അങ്ങ് മാറ്റിയാൽ മതി. ഇത്രയും ഡിസ്റ്റൻസിന് ഹോറിസോണ്ടൽ കമ്പോണൻറ്റ്, അതായത് 6 × cos 30. അപ്പോൾ അതുമായി മുകളിലോട്ടായത് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആയി, എക്ക് വിത്ത് റെസ്പെക്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, മൈനസ് വന്നു. ഇനി ആർ ബിയുടെ അത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ആർ ബി ഇങ്ങനെ പോകും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, റിക്വയർഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ത് കിട്ടും, ഇത് കോസ് കമ്പോണൻ്റ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, സൈൻ കമ്പോണൻ്റ് അല്ലേ. ഇത് ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളത് 6 cos 30, ഇതെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും 6 sin 30 ആയിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ്. അത് തന്നെ ആയിരിക്കില്ല ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ഈ ഒരു ഇവിടുത്തെ ഫോഴ്സ് ആർ ബി ഇൻറ്റു ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 × sin 30 ആണ്. ഇനി അതെങ്ങനെ കറങ്ങും, അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങനെയാണ് വരുന്നത്, ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ എ ഫിക്സ് ചെയ്ത് പിടിപ്പിച്ചാൽ ഇറ്റ് വിൽ ബി ഇൻ എന്ത് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇഫ് ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇറ്റ് ഈസ് നെഗറ്റീവ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിൽ നിന്ന് നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. 60 ഒരു പ്രശ്നമുണ്ടേ, ആംഗിൾ എത്ര, മാക്സ് 30 ആണ് കേട്ടോ. ടെക്സ്റ്റിൽ 60 ആയിരുന്നു, ഞാൻ 30 എന്ന് എഴുതി. അപ്പോൾ ആൻസർ നോക്കട്ടെ. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് എഗെയിൻസ്റ്റ് എ വാൾ. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് എഗെയിൻസ്റ്റ് എ വാൾ എന്നാണ് അല്ലേ. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് എഗെയിൻസ്റ്റ് എ വാൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതല്ലേ നമ്മുടെ വാൾ, ശ്രദ്ധിച്ചില്ല, ഇതാണ് നമ്മുടെ ഫ്ലോർ. അപ്പോൾ ഫ്ലോറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫ്ലോറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, ഇറ്റ് ഈസ് റെസ്റ്റിംഗ് എഗെയിൻസ്റ്റ് എ വോൾ ആണ്. അപ്പോൾ വോൾ വിച്ച് മേക്സ് 30 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ ആയിരിക്കും എത്രയെന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. ഇത് 30 ആണ്, ഇത് 90 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും, 60 ആയിരിക്കും. അപ്പോൾ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇവിടെ എല്ലാ ആംഗിൾസ് എത്ര വരും, 60 വരും. അപ്പോൾ ആംഗിൾ എടുത്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ആ ഒരു സാധനം നോക്കിക്കോളുക. ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ന്യൂമറിക്കൽ എറേഴ്സ് വരാം, സ്വാഭാവികമാണ്. അത് നിങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ശ്രദ്ധിച്ച് ആൻസർ നോക്കിയപ്പോഴത്തേക്കാണ് ഒരു 60 അല്ല ഇവിടെ, 30 അല്ല ഇവിടെ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ചെയ്യാനൊന്നുമില്ലല്ലോ, എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ബാക്കി എല്ലാത്തിനും ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതായത് വാല്യൂസ് ഉണ്ട്. 750 ഇൻറ്റു എന്താണ് എക്സ് കോസ് 60 പ്ലസ് 300 ഇൻറ്റു 3 ഇൻറ്റു കോസ് 60, അതിന് വാല്യൂ ഉണ്ടാവും. മൈനസ് 0.2 ഇൻറ്റു ആർ ബി എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്നറിയാം, 201.92 ഇൻറ്റു 6 ഇൻറ്റു എന്താണ് കോസ് 60 മൈനസ് ആർ ബി 201.92 into 6 into sin 60 which is equal to 0 ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് അൺനോൺ ക്വാണ്ടിറ്റി എക്സ് മാത്രമേ ഉള്ളൂ. വി ക്യാൻ ഫൈൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 1.92 മീറ്റർ എന്ന് കിട്ടും. നോക്കിക്കോളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എ യൂണിഫോം ലാഡർ 3 മീറ്റർ ലോങ്, വെയ്റ്റ് 200 ന്യൂട്ടൺ. അപ്പം ഒരു ലാഡർ ഉണ്ട്, അതിൻ്റെ വെയ്റ്റ് 200 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാള്, ഇത് നമ്മുടെ ഫ്ലോർ, ഇത് നമ്മുടെ വാള്. അപ്പോൾ ഇറ്റ് മേക്സ് ദ വെയ്റ്റ് ഓഫ് ദ ലാഡർ ഈസ് ആക്ച്വലി ഈക്വൽ ടു 200 ന്യൂട്ടൺ. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അഗെയിൻസ്റ്റ് എ വെർട്ടിക്കൽ വാൾ വിത്ത് വിച്ച് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. അപ്പോൾ വെർട്ടിക്കൽ വാളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 30 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 30 ആണെങ്കിൽ എത്രയായിരിക്കും, 60, ഏതെടുത്താലും മതി. The coefficient of friction between the wall and the ladder is wallum ladderനും against ആയിട്ടുള്ള coefficient of friction, that is mu W, which is equal to 0.25, and the between the floor and the ladder is, അപ്പോൾ ഇവിടെ വേറൊരു coefficient of friction ആണ്, അതായത് mu F which is equal to 0.35. The ladder in addition to its own weight has a support, ഒരു സപ്പോർട്ട് ഉണ്ട്, a load of 1000 ന്യൂട്ടൺ അറ്റ് ദ ടോപ്പ് എൻഡ്. അതായത് ഈ ടോപ്പ് എൻഡിൽ, അതായത് ഇവിടെ ടോപ്പ് എൻഡിൽ, അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എൻഡുണ്ട്, ബി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോപ്പ് എൻഡിൽ എത്ര ആണ്, ഒരു 1000 ന്യൂട്ടൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1000 ന്യൂട്ടൺ വരുന്നുണ്ട്, എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഫൈൻഡ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹോറിസോണ്ടൽ ഫോഴ്സ് പി ടു ബി അപ്ലൈഡ് ടു ദ ലാഡർ അറ്റ് ദ ഫ്ലോർ ലെവൽ. ഫ്ലോർ ഇതാണല്ലോ, അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹോറിസോണ്ടൽ ഫോഴ്സ് പി കണ്ടുപിടിക്കണം. സോ ദിസ് ഈസ് ദ force applied at the floor level, which is equal to P.
ഫോർ പ്രിവെൻറ്റിങ് സ്ലിപ്പിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ റിയാക്ഷൻസ് മാർക്ക് ചെയ്യാം. വി ഹാവ് ആർ എ. ഇതിങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കിവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. ഇറ്റ് വിൽ ബി ലൈക്ക് എന്താണ്, ഇതേ ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ പിയുടെ കൂടാതെ ഒരു ഫോഴ്സും കൂടെ ഇവിടെ ഉണ്ട്, വിച്ച് ഇസ് മ്യൂ ഇൻറ്റു ആർ ഐ. മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.35 ഇൻറ്റു ആർ ഐ. ഹിയർ വി ഹാവ് ദ റിയാക്ഷൻ ആർ ബി. അവിടെ ആർ ബി എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇത് താഴേക്കാണ് വരുന്നത്, അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ്? മ്യൂ 0.25 ഇൻറ്റു ആർ ബി എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെയും ഉണ്ടാവും അല്ലേ? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ മാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നുള്ളൂ, ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ വി ഹാവ് ദ ലെങ്ത് ഓഫ് ദ ലാഡർ ഈസ് ഈക്വൽ ടു 3 മീറ്റർ. ദെർഫോർ ഇവിടെ നിന്ന് എ ടു സി 1.5, സി ടു ബി എത്രയായിരിക്കും? 1.5 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെയാണെങ്കിൽ നമ്മളിനി ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇതിൽ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0, സം ഓഫ് ഹോറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സം ഓഫ് എന്താണ്, വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു? 0 എടുക്കുന്നു. സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0. അപ്പോൾ സിഗ്മ എഫ് ഐ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മുകളിലേക്ക് പോകുന്ന പോസിറ്റീവ് എടുക്കുന്നു, താഴേക്ക് വരുന്ന നെഗറ്റീവ് എടുക്കുന്നു എന്ന് വെക്കുക. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുന്ന ഫോഴ്സാണ്, അപ്പോൾ വിച്ച് ഈസ് ആർ എ, അത് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഇത് താഴേക്ക് വരുന്ന ഫോഴ്സാണ്, അപ്പോൾ -200 അതെടുത്തു. പിന്നെ ഇത് മുകളിലേക്ക് പോകുന്ന ഫോഴ്സാണ്, ഇത് മുകളിലേക്ക് ആയതുകൊണ്ട് പ്ലസ് എടുത്തു, 0.25 ഇൻറ്റു ആർ ബി എടുത്തു. ഇനി ഇത് താഴേക്ക് വരുന്ന ഫോഴ്സാണ് -1000, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര? 0. എല്ലായിടത്തും ചെയ്യാൻ ഇതേ ഉള്ളൂ, ഭയങ്കര സംഭവമൊന്നുമല്ല. അപ്പോൾ ഇവിടെ നിന്ന് ആർ എ പ്ലസ് 0.25 ആർ ബി വിച്ച് ഇസ് ഈക്വൽ ടു 1200 ഇപ്പുറത്ത് വന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതി ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ആർ എ പ്ലസ് ഈ ഒരു സംഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എടുത്ത മാതിരി സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ഹോറിസോണ്ടൽ ഫോഴ്സസിൻ്റെ എടുത്തു. റൈറ്റ് സൈഡിലേക്കുള്ളത് പോസിറ്റീവ് എടുത്തു, ലെഫ്റ്റ് സൈഡിലേക്കുള്ള നെഗറ്റീവ് എടുത്തു. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഇത് പോസിറ്റീവ്, ദാറ്റ് ഈസ് 0.35 ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? ആർ എ എന്ന് പറയുന്ന സാധനം കിട്ടും. പിന്നെ അടുത്തത് ഈ 2 എണ്ണം ഉണ്ട് കേട്ടോ, ഇവിടെ 2 ഫോഴ്സ് ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. അപ്പോൾ പ്ലസ് പിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യപ്പെടും. പിന്നെ ഉള്ളത് എന്താണ്? ഇവിടെ മൈനസ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് -ആർ ബി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് എന്തിലൊക്കെയാണ് ഉള്ളത്? ആർ എയിലും ബി. അപ്പോൾ പി മാത്രം ഇവിടെ ഇടുക, പി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇട്ട് മറ്റ് രണ്ടും അങ്ങ് അപ്പുറത്തുണ്ടോ. ആർ ബി അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആർ ബി ആയി, പ്ലസ് 0.35 അപ്പുറത്ത് പോകുമ്പോൾ -0.35 ഇൻറ്റു എന്തായി മാറി? ആർ എ ആയി മാറി. അപ്പോൾ ഈ 2 ഇക്വേഷൻസ്, ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2, വി ഹാവ് 2 ഇക്വേഷൻസ്. ഇനി മൊമെൻറ്റ് അബൌട്ട് എ എടുക്കാം. ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0, സിഗ്മ എം എ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. അപ്പോൾ മൊമെൻറ്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു, ഞാൻ ഇനി മറ്റതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ സാധനം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. 200 ഇൻറ്റു നമ്മൾ ചെയ്യേണ്ട എന്താ? ഇതായിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 ഇൻറ്റു cos 60. അറിയാമല്ലോ, ക്ലോക്ക് വൈസ് മൗണ്ട് ആണ്, അതുകൊണ്ട് പ്ലസ്. ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ഏത് ഫോഴ്സ്? ഇതിൻ്റെ മൊമെൻറ്റ്, അത് മൈനസ് വരും. 0.25 ഇൻറ്റു ആർ ബി ആണ് അവിടുത്തെ ഫോഴ്സ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. മൊത്തം 3 ഉണ്ട്, അപ്പോൾ 3 ഇൻറ്റു എന്ത് ചെയ്താൽ 3 ഇൻറ്റു കോസ് കമ്പോണൻ്റ് അല്ലേ, cos 60 ഇട്ടാൽ അത് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത, അപ്പോൾ ഏതൊക്കെ ഫോഴ്സായി? ഇതായി. ഇനി അടുത്ത 1000 ന്യൂട്ടൺ താഴേക്കാണ്, അപ്പോൾ അതെന്ത് വന്നു? പോസിറ്റീവ് വന്നു. 1000 വന്നു ഇൻറ്റു ഈ ഡിസ്റ്റൻസ് തന്നെയാണ് അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. 1000 ലൈൻ ഇങ്ങനെ പോവും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ആൾസോ 3 cos 60. അതും കഴിഞ്ഞു. ഇനി അടുത്തുള്ള സാധനം എന്ന് പറഞ്ഞാൽ ആർ ബി ഇങ്ങനെ പോവും. അപ്പോൾ ഇതാണ് അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് sin 60 ആയിരിക്കും. 3 sin 60 ഈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? അത് -ആർ ബി ഇൻറ്റു എന്ത് കിട്ടും? 3 sin 60 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇക്വേഷൻ എഴുതി ഫൈനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്? എല്ലാത്തിലും അൺനോൺ ആയിട്ട് ആർ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർ ബി ഇന്ന് കണ്ടുപിടിച്ചൂടെ? അപ്പം ഈ 200 ഇൻറ്റു ഈ ഒരു സാധനത്തിന് എന്തുണ്ടാവും? ഒരു വാല്യൂ ഉണ്ടാവും. 150 ആണെന്ന്, 50 അല്ലേ, 1.5 ഇൻറ്റു cos 60 ഇൻറ്റു 200 ഇസ് ഈക്വൽ ടു 150 കിട്ടും. 150 മൈനസ് ഇതിൽ ആർ ബി ഉണ്ടല്ലേ, അതവിടെ ഇട്ടേക്കാം. 0.25 ഇൻറ്റു ആർ ബി ഇൻറ്റു 3 cos 60
പ്ലസ് ഇവിടെ എന്തുകൊണ്ട് 1000 ഇൻറ്റു 3 cos 60 ഇൻറ്റു 1500 വരും. 1500 മൈനസ് ആർ ബി ഇൻറ്റു ഇതാണ് 3 sin 60 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് ഇത് രണ്ടും ലെഫ്റ്റ് ഹാൻഡിലും മറ്റൊന്ന് അപ്പുറത്തേക്കും പോയാൽ -0.25 ആർ ബി ഇൻറ്റു 3 cos 60 മൈനസ് ഇവിടെ എന്തുണ്ട് ആർ ബി ഇൻറ്റു 3 sin 60 വിച്ച് ഈസ് ഈക്വൽ ടു ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -150 അല്ലേ. 150 അപ്പുറത്ത് പോകുമ്പോൾ -150, 1500 അപ്പുറത്ത് പോകുമ്പോൾ -1500. ഇവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് എന്ത് കോമൺ എടുക്കാം? ആർ ബി കോമൺ എടുക്കാം. ആർ ബി കോമൺ മൈനസ് ആർ ബി കോമൺ എടുത്തു വെച്ചു. ആർ ബി കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട് 0.25 ഇൻറ്റു 3 cos 60. ആർ ബി കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മൈനസ് കോമൺ എടുത്താൽ അത് പ്ലസ് വരുമെന്ന്, അല്ലെങ്കിൽ മൈനസ് ചെയ്യുന്നു. ഇവിടെ മൈനസ് എടുക്കും, ഇവിടെ മൈനസ് എടുക്കും. ഇവിടെ എടുത്താൽ 3 sin 60 മൈനസ് 1650 എന്നിട്ട് മൈനസും പ്ലസ് വെട്ടിപ്പോയി. ആർ ബി ഈസ് ഈക്വൽ ടു ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഈ കിട്ടുന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ you will get RB and RB is equal to RB is equal to 554 കേട്ടോ. 554.98 ന്യൂട്ടൺ. അപ്പോൾ എന്ത് കിട്ടി? ആർ ബി കിട്ടി. ആർ ബി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആർ ബി അറിയാം, ആർ എ അറിഞ്ഞൂടാ. ഇവിടെ നമുക്ക് ആർ ബി അറിയാമെങ്കിൽ ഇവിടെ നിന്ന് ആർ എ കണ്ടുപിടിച്ചൂടെ. സോ ആർ എ ഈസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട് 1200 ഉണ്ട്. ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -0.25 ആർ ബി എന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആർ എ എന്ന് പറയുന്നത് 1061.26 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അവിടെ നിന്നിട്ട് നമുക്ക് പി കണ്ടുപിടിക്കാം. വി ഹാവ് ഫൈനൽ ആൻസർ. പി ഈസ് ഈക്വൽ ടു ആർ ബി മൈനസ് 0.35 ആർ എ. ആർ ബിയുടെ വാല്യൂ നമുക്ക് 554. ഇതൊക്കെ ശരിയാണോ എന്തോ നോക്കിക്കോളണം. ശരിയാണെന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ എറേഴ്സ് നോക്കിക്കോളണേ ആറ്. അപ്പോൾ ഞാൻ ടെസ്റ്റിൽ ആൻസർ നോക്കി എഴുതുമ്പോഴും ചിലപ്പോൾ നോക്കി എഴുതുന്ന ആൻസറൊക്കെ മാറിപ്പോകും. കാര്യം ഇത് ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാന്താവുന്നതാണ്. പി ഈസ് ഈക്വൽ ടു 183. ചെറിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ പണിയല്ല ഇത്. റെക്കോർഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ശരി, ഇപ്പം ഇതിന് ഇനി അടുത്ത രണ്ടാമത്തെ സെഷൻ ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് മാത്രം പറഞ്ഞില്ല. ഇഫ് ദ ഫോഴ്സ് ആൻസറും എഴുതിയിട്ടേക്കാം. ഇഫ് ദ ഫോഴ്സ് പി ഈസ് നോട്ട് അപ്ലൈഡ്, പി അപ്ലൈ ചെയ്യുന്നില്ല. സോ വാട്ട് ഷുഡ് ബി ദ മിനിമം ഇൻക്ലിനേഷൻ ഓഫ് ദ ലാഡർ വിത്ത് ദ ഹോറിസോണ്ടൽ സോ ദാറ്റ് ദർ ഈസ് നോ സ്ലിപ്പിംഗ്. സോ വി ആർ നോട്ട് ഹാവിങ് പി ഹിയർ, ബട്ട് തീറ്റ ഈ 60 എന്ന് പറയുന്നതിന് തീറ്റ ഇടുന്നു. എന്നിട്ട് വി ഹാവ് ടു ഫൈൻഡ് തീറ്റ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സെയിം കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലാഡർ വരയ്ക്കുക. അപ്പോൾ ലാഡർ വരച്ചിട്ട് നമുക്ക് വെർട്ടിക്കൽ വോളിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ വരച്ചു. ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ വാളാണ്, ഇത് വെർട്ടിക്കൽ വാളാണ്. അപ്പോൾ ഇങ്ങനെ ലാഡർ വരച്ചു. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ നടുക്ക് സി ആയിട്ട് ഇവിടെ വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 200 ന്യൂട്ടനാണ്. ഇനി അടുത്ത ഇത് 1.5 മീറ്റർ മാറി, ഇത് 1.5 മീറ്റർ മാറി. ഇത് എത്ര ആയിട്ട് ഇടുക? തീറ്റ ആയിട്ട് ഇടുക. അതായത് കോസ് തീറ്റ സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞു വരും. അതായത് ഇവിടെ നമ്മൾ തീറ്റ എടുക്കുന്ന സ്ഥലത്ത് 60 എടുക്കുന്ന സ്ഥലത്തെല്ലാം തീറ്റ വരും. സോ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആ തീറ്റ ആയിരിക്കും. നമുക്കിവിടെ പി അൺനോൺ ആയിട്ടുണ്ടാകത്തില്ല. കാര്യം ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് പി ഉണ്ടാകത്തില്ല. ആർ ബി ഇൻ ടേംസ് ഓഫ് ആർ എ കിട്ടും. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ആർ എ ആൻഡ് ആർ ബി. ആർ എ ആർ ബിയും കിട്ടും. അത് നമ്മൾ ആദ്യത്തെ ചെയ്ത ക്വസ്റ്റ്യൻ മാതിരി ആർ എ ആർ ബിയും കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ ഈ ഒരു സാധനത്തിൽ അൺനോൺ ആയിട്ട് നിൽക്കുന്ന കാര്യം എന്ത് മാത്രമായിരിക്കും? ഈ തീറ്റ മാത്രമായിരിക്കും. സോ വി ക്യാൻ ഫൈൻഡ് തീറ്റ. അതായത് മറ്റടുത്ത് എക്സ് നമ്മൾ ആദ്യം ചെയ്തതിൽ എക്സ് അൺനോൺ ആയിട്ട് നിന്നില്ലേ, അതേമാതിരി ഇതിൽ തീറ്റ അൺനോൺ ആയിട്ട് നിൽക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കണ്ടുപിടിക്കാനായിട്ട്. എല്ലാം കോസ് തീറ്റയിൽ ഉള്ള വാല്യൂസാണ്. കോസ് തീറ്റ സൈൻ തീറ്റ. കോസ് തീറ്റ ഇൻ ടേംസ് ഓഫ് സൈൻ തീറ്റ എഴുതി കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആർ എ എന്ന് പറയുന്ന ഫ്രിക്ഷണൽ നോർമൽ റിയാക്ഷൻ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് 0.35 ഇൻറ്റു ആർ എ അല്ലേ, 0.35 ആർ എ. ഇവിടെ ആർ ബി എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് വരും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് 0.25 ഇൻറ്റു ആർ ബി. ഇപ്പോൾ ഈ രണ്ട് സാധനങ്ങളുമായി വെയിറ്റുമായി. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. തീറ്റ നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ മൊമെൻറ്റ് അബൌട്ട് എ മാത്രം, അതായത് മൊമെൻറ്റ് അബൌട്ട് എ മാത്രം ഞാൻ എഴുതാം. മൊമെൻറ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. ബാക്കി രണ്ടെണ്ണം എഴുതണം. അതായത് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എഴുതുക, സിഗ്മ എന്ത് എഴുതുക? എഫ് ഒ ഈക്വൽ ടു 0 എഴുതുക. ഈ രണ്ട് സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് ആർ എ ആർ ബി കിട്ടും. ആർ എ എന്ന് പറയുന്നത് ആർ എ ഫ്ലോർ അല്ലേ, ആർ എ എന്ന് പറയുന്നത്
2.86 ആർ ബി എന്ന് നിങ്ങൾക്ക് കിട്ടും. അടുത്തതിൽ നിന്ന് ആർ ബി എന്ന് പറയുന്നത് 385 ന്യൂട്ടൺ എന്ന് കിട്ടും. അവിടെ നിന്ന് ആറേയും കണ്ടുപിടിക്കാമല്ലോ, അത് രണ്ടും നമുക്ക് അവിടെ സോൾവ് ആവും. സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് ഐ. മൊമെൻ്റ് അബൌട്ട് എ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാം 200 ഇൻറ്റു എന്താണ് ഇവിടെ നിന്നുള്ളത് 1.5 കോസ് തീറ്റ, അതെന്ന് പറയുന്നത് പോസിറ്റീവാണ്, അത് ഈ ഡിസ്റ്റൻസ്. ഇനി അടുത്ത ഇതാ ഇവിടെ 1000 ന്യൂട്ടൺ ഉണ്ട് കേട്ടോ, അതിപ്പോഴും ഉണ്ട്. 1000 ന്യൂട്ടണും കൂടെ എക്സ്ട്രാ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ 1000 ന്യൂട്ടൺ സാധാരണ ക്വസ്റ്റ്യൻ ഇവിടെ എക്സ്ട്രാ 1000 ന്യൂട്ടൺ ഉണ്ട്. പിന്നെ അടുത്ത 1000 ന്യൂട്ടൺ പ്ലസ് എന്താണ് 1000 ഇൻറ്റു എന്താണ് ഇവിടെ നിന്ന് ഇതുപോലെ ഡിസ്റ്റൻസ്, അതായത് 3 ഇൻറ്റു കോസ് 60, അത് താഴേക്ക് മുകളിലേക്ക് -0.25 ഇൻറ്റു ആർ ബി ഇൻറ്റു ഇവിടെ നിന്ന് ഇതുപോലെ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഈ ആർ ബിക്കും, അപ്പോൾ എന്താണ് 3 കോസ് 60. ഇനി അടുത്ത ഈ ഒരു ഫോഴ്സിൻ്റെത് ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അവിടെ സൈൻ കമ്പോണൻറ്റ് വരും. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് 3 ഇൻറ്റു സൈൻ 60 ആണ്, സൈൻ തീറ്റയാണ്. അപ്പോൾ അതെന്ത് വരും ആർ ബി ഇൻറ്റു സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെല്ലാം കൂടെ കോസും അതപ്പുറത്തെ സൈൻ. അപ്പോൾ ഇത്ര കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇത്ര സൈൻ തീറ്റ എന്ന് വരും. ഈ കോസ് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും. അവിടെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലാഡർ ഫ്രിക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും വെച്ചിട്ടുള്ള ഈ 3 പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ മതി, നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ലാഡറിൻ്റെ കേസ്. ഇനി നമ്മൾ നേരെ സെൻട്രോയിഡിലേക്ക് പോകും. തേർഡ് മൊഡ്യൂളല്ലേ, സെൻട്രോയിഡിലേക്ക് പോകും. ഫോർത്താണ് സെൻട്രോയിഡ്. ഇതിലിനിപ്പോൾ വെക്റ്റർ ഉണ്ട്, അത് വളരെ സിമ്പിളാണ്, നമുക്ക് അവസാനം ആഡ് ചെയ്യാം. ഇപ്പോൾ സെൻട്രോയിഡ് മൗണ്ട് ഓഫ് ഇനേഷ്യം കൂടെ ഇത്തിരി പറയാനുള്ള സാധനമല്ലേ, അപ്പോൾ അത് സെൻട്രോയിഡിലേക്ക് പോകും. അപ്പം